നമസ്കാരം. കഴിഞ്ഞ വർഷം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കരാറായിരുന്നു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പരസ്പര പ്രതിരോധ കരാർ. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അവർക്കൊരു അനുഗ്രഹമായി മാറുകയായിരുന്നു. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ കടം കൊണ്ട് മുടിഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ്. സൗദി അറേബ്യയിൽ നിന്ന് പലതവണയായി ആയിരക്കണക്കിന് കോടി രൂപയാണ് അവർ കടം വാങ്ങിയിട്ടുള്ളത്. ഇത് തിരിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതിന് പകരമായി പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ അവർ ചൈനയുമായി സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ നൽകി കടം വീട്ടാനുള്ള തത്രപ്പാടിലാണ് പാകിസ്ഥാൻ. മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്കയാണ് അതിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നതെങ്കിൽ പോലും സൗദി അറേബ്യയിലേക്ക് പലതവണ പാകിസ്ഥാൻ അവരുടെ സൈന്യത്തെ പല ഘട്ടങ്ങളിലായി അയച്ചിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് അടിസ്ഥാനപരമായി പ്രയോജനം ഉണ്ടാവാൻ സാധ്യതയുള്ളത് പാകിസ്ഥാന് തന്നെയാണ്. അല്ലാതെ സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാൻ്റെ സഹായം കൊണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങളോ മറ്റോ വാങ്ങുന്നതിൽ മാത്രമേ അവരുടെ ഒരു പരസ്പര ബന്ധം അവിടെ നിൽക്കുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത ഈ കരാറിലേക്ക് തുർക്കിയും കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ തുർക്കിയുടെ ഈ പ്രവേശനത്തിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് തുർക്കി ഒരു നാറ്റോ സഖ്യരാജ്യമാണ് എന്നുള്ളതാണ്. തുർക്കി ഇപ്പോഴും നാറ്റോ സഖ്യകക്ഷികളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. നാറ്റോ സഖ്യരാജ്യം തന്നെയാണ് തുർക്കി. പക്ഷേ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ പല വിലക്കുകളെ ലംഘിച്ചുകൊണ്ടുള്ള പല തീരുമാനങ്ങളും ഈയിടെയായി തുർക്കി കൈക്കൊള്ളുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു റഷ്യയിൽ നിന്ന് S-400 ഇനത്തിൽപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള തുർക്കിയുടെ അടിയന്തര നീക്കം. നാറ്റോ സഖ്യരാജ്യങ്ങൾ ഈ നീക്കത്തെ എതിർത്തുവെങ്കിൽ പോലും തുർക്കി ഈ ആയുധങ്ങളൊക്കെ തന്നെ വാങ്ങുകയായിരുന്നു. മാത്രമല്ല, തുർക്കി വലിയ തോതിൽ ആയുധങ്ങൾ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി കൂടി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ തുർക്കി കൂടി ഈ സഖ്യത്തിലേക്ക് വന്നു ചേർന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പലരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൗദി ആണെങ്കിലും തുർക്കി ആണെങ്കിലും ഒക്കെ തന്നെ അവർക്കത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ലക്ഷ്യം. കാരണം പാകിസ്ഥാൻ ഒരു തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. പക്ഷേ തുർക്കി കൂടി ഈ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായി മാറും എന്നാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ അത് നേരിയ തോതിലുള്ള ഭീഷണി ഉണ്ടാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം തുർക്കിയിൽ വലിയ തോതിൽ ആയുധ നിർമ്മാണം നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി അവരുടെ കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. പാകിസ്ഥാനും ഇതേ ലക്ഷ്യം തന്നെയാണുള്ളത്. പ്രതിരോധ കരാർ മാത്രമല്ല, ഇതിലൂടെ പരമാവധി അവർക്ക് എന്തെങ്കിലുമൊക്കെ വിദേശത്തു നിന്നും മറ്റ് വ്യവസായ മേഖലയിലുമൊക്കെ തന്നെ സഹായം ലഭിക്കുമോ എന്നുള്ള കാര്യമാണ് പാകിസ്ഥാൻ എപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതേസമയം സൗദി അറേബ്യ ആകട്ടെ ഇപ്പോഴും അമേരിക്കയുമായുള്ള അവരുടെ ബന്ധത്തിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, സൗദിയുടെ സംരക്ഷണത്തിനായി എല്ലാ കാലത്തും അമേരിക്ക ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ഇറാഖ് യുദ്ധകാലത്തൊക്കെ തന്നെ സൗദിയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിന് അവിടേക്ക് ഇറാഖ് അന്ന് നടത്തിയ മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ ചെറുത്ത് നിൽക്കുന്നതിലൊക്കെ തന്നെ അമേരിക്ക വലിയ പങ്കാണ് വഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ ഒരു കരാറിലേക്ക് മറ്റൊരു മുസ്ലിം രാഷ്ട്രമായ തുർക്കി കൂടി എത്തുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ നാറ്റോ സഖ്യകക്ഷികളിൽ തുർക്കി പലപ്പോഴും അവരുടെ പൊതുവായുള്ള ഒരു തീരുമാനങ്ങളെ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളോട് അമേരിക്ക യോജിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാറിൽ തുർക്കി കൂടി വരുന്നത് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 വളരെ ശക്തമാണ്. കാരണം എല്ലാ നാറ്റോ സഖ്യരാജ്യങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നാറ്റോ സഖ്യകക്ഷി ഈ കൂട്ടത്തിൽ കൂടി വന്നു ചേരുന്നത് ഈ 3 രാജ്യങ്ങൾക്കും ഒരുപക്ഷെ വിവിധ മേഖലകളിൽ ഗുണകരമായി മാറാൻ തന്നെയാണ് സാധ്യത. നാറ്റോയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 70 വർഷത്തിലധികം നീണ്ട പ്രവർത്തന പാരമ്പര്യമാണ് ഈ നാറ്റോ സഖ്യത്തിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിലെ ഒരു അംഗമായ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും വളരെ ശക്തമായ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നാറ്റോ സഖ്യരാജ്യം തങ്ങളുടെ കൂടി ഒപ്പം നിൽക്കുന്നത് അത് ഒരുപക്ഷെ മറ്റു പല രാജ്യങ്ങളെ എതിർപ്പിനെ ലംഘിച്ചുകൊണ്ടാണ് എങ്കിൽ പോലും ഇപ്പോഴും ഈ രാജ്യങ്ങൾക്ക് തുർക്കിയെ കൊണ്ട് ഏറെ പ്രയോജനം ഉണ്ടാകാനാണ് സാധ്യത. തുർക്കിക്ക് ഇതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത് അവരുടെ വലിയ തോതിലുള്ള വ്യവസായ സംരംഭങ്ങൾ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിരോധ കരാറിന് പുറമെ വ്യവസായ കരാറുകളൊക്കെ തന്നെ ഉണ്ടാക്കി വിൽക്കാനാണ് അവർ ശ്രമിക്കാറുള്ളത്. ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ഡ്രോണുകൾ ഉണ്ടാക്കി വിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന് തുർക്കിയാണ്. അവരുടെ ഡ്രോണുകൾ വ്യാപകമായി ഈ 2 രാജ്യങ്ങൾക്കുമായി വിൽക്കാനും ഒരുപക്ഷെ തുർക്കിക്ക് ഇതിലൂടെ സാധിക്കുകയും അങ്ങനെ ധാരാളം പ്രതിരോധ മേഖലയിൽ നിന്ന് പണം ഉണ്ടാക്കാനും കഴിയും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഏതായാലും ഈ മേഖലയ്ക്കാകെ തന്നെ ഏഷ്യയിലെ പല രാജ്യങ്ങൾക്കും ഒരുപക്ഷെ ഈ 3 രാജ്യങ്ങളുടെയും ഈ ത്രിരാഷ്ട്ര സഖ്യം വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കാൻ തന്നെയാണ് സാധ്യത തെളിയുന്നത്.